നട്ടെല്ലുള്ള തന്തയ്ക്കുണ്ടാകുന്ന മക്കളാണെങ്കിൽ ആ മക്കൾക്കും നട്ടെല്ലുണ്ടാകും. നിന്നെ പോലെ നിന്റെ ഉമ്മയ്ക്കറിയില്ല ആരാണ് യഥാർത്ഥ പിതാവെന്ന്. അതുപോലെയുള്ള ഒരുത്തനായതുകൊണ്ടാണ് നിനക്ക് തീഫ് എന്ന് പേരിട്ട് ഇതിനകത്ത് വന്നിട്ട് ഈ രൂപത്തിൽ കമന്റ് ചെയ്യേണ്ടി വരുന്നത്. എന്ത് ചെയ്യണം? ഇസ്ലാം തന്നെ മൊത്തം ഒരു തള്ളല്ലേടി. നമ്മളിനിയും പ്രത്യേകിച്ച് തള്ളേണ്ട കാര്യമുണ്ടോ? ഇരിക്കട്ടെ. അപ്പോൾ ഡൽഹി കത്തിക്കാൻ പ്ലാൻ ചെയ്തത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് പഹൽഗാം ഭീകരാക്രമണം ഇവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ 2024 ഖത്തറിലെ ഹൗസ് ഡ്രൈവറായ വ്യക്തിയെ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ റാവൽപിണ്ടി ഇയാൾ സന്ദർശിക്കുന്നു. അവിടെ എത്തി ഇയാൾ തീവ്രമായി എങ്ങനെയാണ് ഒരു ചാരനാകാൻ പറ്റുന്നത്, എന്ത് ചെയ്താലും വൃത്തികേട് ചെയ്താലും വൃത്തിയായി ചെയ്യണ്ടേ, അതിനുവേണ്ടി ചാരപ്രവൃത്തി ചെയ്യുന്നതിനു വേണ്ടി അയാള് പരിശീലനം നേടുന്നു. റാവൽപിണ്ടിയിലെ ഭീകരതയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അവിടെ നിന്നാണ് ഒരുപാട് വിവരങ്ങൾ ലഭിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള മുസമ്മിൽ ഡാനിഷ്, ഈ ഡാനിഷ് എന്ന പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ജ്യോതി മൽഹോത്ര പറഞ്ഞ പേര് ഡാനിഷ്. ഇവൻ മുറിയനാണ് കേട്ടോ. ഡാനിഷ് എന്ന പേര് സ്വീകരിച്ചത് തന്നെ ഇവൻ ഫെയ്ക്കോളി ആയതുകൊണ്ടാണ്. ഇവർക്കൊക്കെ ഈ ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് എന്നാണ് വിവരം. പിടിയിലായ ഐസിസ് ഏജന്റുമാർക്ക് ചില ഇന്ത്യൻ യൂട്യൂബർമാരുമായും ബന്ധമുണ്ട്. മനസ്സിലായ? അതിനകത്ത് മലയാളികളുണ്ട് കേട്ടോ. അതിനകത്ത് എമ്പാടും മലയാളി യൂട്യൂബർമാരുണ്ട്. കാരണം മലേഷ്യയിൽ ഇരുന്നിട്ട് ഒരുത്തൻ നിരന്തരം ഈ രാജ്യത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാനഡയിൽ ഇരുന്നിട്ട് ഒരുത്തി നിരന്തരം ഈ രാജ്യത്തിനെതിരെ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വരെ എന്തും പറയാവുന്ന രൂപത്തിലേക്ക് തീവ്രവാദികൾ ഇവർക്ക് നല്ല രൂപത്തിൽ മോട്ടിവേഷൻ നൽകുന്നുണ്ട്. മോനെ കുറച്ച് വെള്ളം ഒന്ന് എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷ് എന്ന വ്യക്തി, ഇയാൾക്ക് പിടിയിലായിട്ടുള്ള ഇന്ത്യൻ യൂട്യൂബർ ആയിട്ടുള്ള ജ്യോതി മൽഹോത്രയുമായി ബന്ധമുണ്ട്. അതാണ് പിന്നീട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ ജ്യോതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇന്ത്യൻ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ ആക്രമണം പൊളിഞ്ഞതുകൊണ്ടാണ് അതിനുശേഷം പാകിസ്ഥാനിലെ തീവ്രവാദികൾ പഹൽഗാം ഭീകരാക്രമണം നടത്തിയത്. അവിടെ ആകുമ്പോൾ ഉറപ്പാണ് മുറിയന്മാരുണ്ടാകില്ല. എന്നാലും ഒന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് നിക്കറൂരി നോക്കിയത്. പഹൽഗാമിലെ ആക്രമണം കഴിഞ്ഞ് പാകിസ്ഥാൻ ഡൽഹിയെ ലക്ഷ്യമിട്ട് മിസൈലും അയച്ചു. ഇതിനെ ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഡൽഹി അതീവ സുരക്ഷ ഏർപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോയി. ജനുവരിയിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആക്രമണ സാധ്യതയെ സംബന്ധിക്കുന്ന വിവരം കിട്ടുന്നത്. ISI നിയോഗിച്ച അൻസാറുൽ മിയ അൻസാരി എന്ന ചാരൻ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഡൽഹിയിലെത്തും എന്നതായിരുന്നു ലഭിച്ച വിവരം. ഫെബ്രുവരി 15 ഇയാൾ ഡൽഹിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോഴേക്കും NIAക്ക് വിവരം കിട്ടിയത് കൊണ്ട് കൃത്യമായ രൂപത്തിൽ വേണ്ടുന്ന ഫോളോ അപ്പുകൾ നടത്തി. ഇതുമൊക്കെയായി സേഫായി പാകിസ്ഥാന് കൊടുത്ത് കോടികൾ വാങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് അറസ്റ്റിലാകുന്നത്. തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി പിടിക്കുന്നു. അഖ്ലാഖ് അസം എന്ന റാഞ്ചി സ്വദേശി, ഇയാൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് അൻസാറുണ്ട്. അങ്ങനെ പിടിക്കുന്നു. അതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി.
ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ 2 ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് വിവരം. യൂട്യൂബറായിട്ടുള്ള ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ഡാനിഷ് മുസമ്മിൽ ഇവര് 2 പേരും ഈ പദ്ധതിയിൽ പങ്കാളികളാണ് എന്ന് NIA കണ്ടെത്തുന്നു. ഇതിനിടയിൽ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കുന്നു. പദവിക്ക് ചേരാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, അത് പിടിക്കപ്പെട്ടു. അതിന്റെ പേരിലാണ് ഉടനടി നടപടി ഉണ്ടായത്. 24 മണിക്കൂറിനകം ഇയാളോട് രാജ്യം വിടണം എന്ന് നിർദ്ദേശം നൽകുന്നു. മെയ് 13-ാം തീയതിക്കും അതുപോലെ ഒരു പാകിസ്ഥാനി ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കിയിട്ടുണ്ട്. ഇവർക്കും ഭീകരരുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് സൂചന. പഞ്ചാബില് ബാബർ ഖൽസ ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ ആക്രമണമുണ്ടായതിനു ശേഷം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ അൽ അൻസാരിയുടെ അറസ്റ്റ് നടന്നത്. ഈ അൻസാരിക്ക് വിവരങ്ങൾ കൈമാറിയിരുന്ന വ്യക്തിയാണ് അഖ്ലാഖ് അസം. പിന്നെ ഇന്ത്യൻ സേനയെ കുറിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇയാൾ കൈമാറിയിട്ടുണ്ട്. അൻസാരിയും അസമും നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നെന്നും പാകിസ്ഥാനി ഹാൻഡ്ലേഴ്സുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നും പോലീസ് കണ്ടെത്തി. ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് സൂചന. നമ്മുടെ രാജ്യമായതുകൊണ്ട് നമുക്കതൊക്കെ പ്രതീക്ഷിക്കണം. കാരണം ഇപ്പോ NIA ഈ വിവരം അറിഞ്ഞതുകൊണ്ടും ഡൽഹി കത്തിക്കാനുള്ള ഇവരുടെ ശ്രമം തകർത്തതുകൊണ്ടും മാത്രമല്ലേ വലിയ രൂപത്തിലൊരു ദുരന്തം ഒഴിവായത്. ഇത് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വലിയ രൂപത്തിൽ ഒരു നാഴികക്കല്ലാണ്, മികവാണ്. പാകിസ്ഥാൻ ചാരനെ അടക്കം ആ സ്പോട്ടിൽ തെളിവോടുകൂടി പിടികൂടാനും ഒരു ദുരന്തം ഒഴിവാകാനും കാരണമായി. എവിടെയെങ്കിലും ഇത് വാർത്തയായിരുന്നു. ഇന്ത്യൻ സൈനികർ ജീവൻ പണയം വെച്ച് ഈ രാജ്യത്തെ രക്ഷിക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊന്നും വാർത്തകളാകുന്നില്ല. വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊല്ലാൻ പഹൽഗാമിനെ തെരഞ്ഞെടുത്തത് പാകിസ്ഥാന്റെ പ്ലാൻ B ആയിരുന്നു. ഡൽഹി ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരടക്കം ഈ രാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്. ഡൽഹിയെ രക്ഷിച്ച ഇന്റലിജൻസിന്റെ ഇടപെടൽ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള തലസ്ഥാന നഗരം കത്തിക്കാൻ ശത്രു രാജ്യത്തിൽ നിന്നും ഒരു വിഭാഗം ചാരന്മാർ വ്യക്തമായ രൂപത്തിലുള്ള ഓപ്പറേഷൻസുമായി വരുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നു എന്ന് വന്നാൽ ഇവരുടെയൊക്കെ കൂറ് എവിടെയാ? ഇവരെയൊക്കെ വച്ചോണ്ടിരിക്കാൻ പാടുണ്ടോ ഒരു നിമിഷം?